ജ്യോതി. സായിരാം ചേച്ചി. ഓം ശ്രീ സായിരാം. അന്തർശരീരത്തിൽ ഭഗവാന്റെ പദാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് അന്തർശരീരത്തിന്റെ 154 എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് കോർഡിനേറ്റ് ചെയ്യുന്നത് ഗീതാ പത്മനാഭൻ, ബാംഗ്ലൂരിൽ നിന്ന് ഗീതാ പത്മനാഭനാണ്. ഗീത വന്നിട്ടുണ്ടോ? സായിരാം. അപ്പൊ എല്ലാം പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ, തുടങ്ങിക്കോളൂ. സായിരാം. ഗീത പറഞ്ഞേര് ജ്യോതിക്ക്. സായിരാം. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീമതി ജ്യോതി പുട്ടപ്പുറത്തിയിൽ നിന്ന്. ജ്യോതി, ഞാൻ 3 ഓംകാരവും 3 സായി ഗായത്രിയും ചൊല്ലിക്കഴിയുമ്പോൾ വാണി വായന തുടങ്ങാം. അത് കഴിഞ്ഞ് വായിച്ചു കഴിഞ്ഞിട്ട് അനുഭവങ്ങൾ പറയുക. അത് കഴിഞ്ഞ് വീഡിയോ ഓഫ് ചെയ്യുക. 5 മിനിറ്റ് നേരം സ്വാമിയുടെ പ്രസന്റേഷൻ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഭജന പാടാം. സായിരാം. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം, വായന തുടങ്ങിക്കോളൂ. ഓം ശ്രീ സായിരാം. ഭഗവാൻ 1988 ജനുവരി മാസം പൂർണ്ണചന്ദ്ര ഓഡിറ്റോറിയത്തിൽ നടത്തിയ പ്രഭാഷണത്തിൽ നിന്ന് കുറച്ച് ഭാഗങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. എല്ലാം ഈശ്വര മഹിമയെ സാക്ഷ്യപ്പെടുത്തുന്നു. ഈശ്വരനോടുള്ള പ്രേമമാണ് ഭക്തി. ഭക്തി എന്നത് വസ്തുനിഷ്ഠമായതോ ഇന്ദ്രിയ ഗോചരമായതോ അല്ല. അത് ഹൃദയത്തിൽ നിന്നും ഉറവെടുക്കുന്ന ഒരു ആന്തരിക അനുഭവമാണ്. നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നുവോ അങ്ങനെ ആയിത്തീരുന്നു. അതുകൊണ്ട് ഹൃദയം എല്ലായ്പ്പോഴും സദ്ഭാവനകളാൽ നിറഞ്ഞിരിക്കണം. ഇന്ദ്രിയങ്ങൾ സൽപ്രവൃത്തികളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കണം. കണ്ണുകൾ ഈശ്വരോന്മുഖമായി തിരിക്കുമ്പോൾ സൃഷ്ടി മുഴുവനും ഈശ്വരനായി കാണപ്പെടുന്നു. ശരിയായ കണ്ണട ധരിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. പക്ഷേ കണ്ണട ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് വക്രമായ ചിത്രം കിട്ടുകയും നിങ്ങളുടെ കണ്ണുകൾ മോശമാവുകയും ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ഹൃദയം ഈശ്വര പ്രേമത്താൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ആ പ്രേമത്താൽ നിങ്ങളുടെ എല്ലാ വികാരങ്ങളും പവിത്രമാക്കപ്പെടുന്നു. അനാശ്ലേഷണീയമായ മറ്റു ചിന്തകൾ എല്ലാം കൊഴിഞ്ഞു പോകുന്നു. ഭക്തന്മാർ തങ്ങളുടെ ശാന്തവും പവിത്രവുമായ ഹൃദയങ്ങളിൽ വന്ന് വസിക്കുവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എവിടെ ഹൃദയം അപവിത്രമായിരിക്കുന്നുവോ അവിടെ ഈശ്വരന് സ്ഥാനമില്ല. ഭഗവത്ഗീതയിൽ ഭഗവാൻ വിഭൂതികളെ കുറിച്ച് പ്രസ്താവിക്കുന്ന ഒരു അധ്യായമുണ്ട്. എന്താണ് ഈ വിഭൂതികൾ? ഈശ്വര മഹിമകൾ. ഈ പ്രപഞ്ചത്തിലെ എല്ലാം തന്നെ ഈശ്വരന്റെ മഹിമയെ സാക്ഷ്യപ്പെടുത്തുന്നതാണ്. എല്ലാം ഈശ്വരനിൽ നിന്നും ലഭിച്ചിട്ടുള്ള സമ്മാനമാണ്. ഈശ്വരനിൽ നിരുപാധികമായ വിശ്വാസമുള്ള ഒരാൾക്ക് നന്മയെന്നോ തിന്മയെന്നോ ഒന്നില്ല. അയാൾ എല്ലാത്തിനെയും ഒരുപോലെ സ്വാഗതം ചെയ്യുന്നു. ഒരു കുട്ടിക്ക് ആരോഗ്യമുള്ളപ്പോൾ അമ്മ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും നൽകുന്നു. പക്ഷേ അതിന് അസുഖമായാൽ ഡോക്ടർ കൈപ്പുള്ള മരുന്ന് നൽകുന്നു. അതുപോലെ അജ്ഞാന അന്ധകാരത്തിൽ ഉഴലുന്ന മനുഷ്യനെ വിവേകത്തിന്റെ ശിക്ഷണത്തിലൂടെ ബോധദീപ്തനാക്കേണ്ട ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ശിക്ഷണം നടപ്പാക്കുമ്പോൾ ഈശ്വരന് ക്രോധമുണ്ടെന്നോ അസന്തുഷ്ടി ഉണ്ടെന്നോ അർത്ഥമില്ല. ശിക്ഷണത്തിന്റെ കാഠിന്യത്തിൽ പോലും അനുഗ്രഹമുണ്ട്. ആവശ്യമായ ഒരു ശസ്ത്രക്രിയ അനുഷ്ഠിക്കുന്ന ഒരു സർജന്റെ കത്തി പോലെയാണത്. സുഖവും ദുഃഖവും തന്റെ നന്മയ്ക്ക് വേണ്ടി രൂപകൽപ്പന ചെയ്യപ്പെട്ടതാണെന്ന് വേണം ഭക്തന്മാർ വീക്ഷിക്കേണ്ടത്. അപ്പോൾ അയാൾ വൈഷമ്യങ്ങളാൽ ബാധിതൻ ആവുകയില്ല. തന്റെ പ്രജ്ഞയുടെ
പരിണാമത്തിൽ എല്ലാ അവസ്ഥകളായി അയാൾ അവയെ വീക്ഷിക്കും. സുഖവും ദുഃഖവും ജീവിതത്തിലെ അഭേദ്യമായ ഇരട്ടകൾ ആണ്. കറുത്ത വാവ് വെളുത്ത വാവിലേക്ക് നയിക്കുന്നത് പോലെ ഒന്ന് മറ്റൊന്നിലേക്ക് നയിക്കുന്നു. ഇവയെല്ലാം കാലചക്രത്തിന്റെ പ്രത്യക്ഷതകളും ഈശ്വരേച്ഛയുടെ പ്രകാശനങ്ങളുമാണ്. എല്ലാ കഷ്ടപ്പാടുകളുടെയും അടിസ്ഥാനം അഹങ്കാരമാണ്. മനുഷ്യൻ അഹങ്കാരത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ട്. താനാണ് കർത്താവ് എന്ന ഭാവം, ആ അഹങ്കാരം പ്രബല്യമായിരിക്കുന്നിടത്തോളം കാലം ആത്മീയ ബോധം വളരുകയില്ല. മനുഷ്യന്റെ എല്ലാ കഷ്ടതകളുടെയും അടിസ്ഥാനം ഈ അഹങ്കാരമാണ്. ശരീരമാണ് യഥാർത്ഥവും ശാശ്വതവും എന്ന തെറ്റിദ്ധാരണയിൽ അസ്ഥിതമായ ഒരു മതിഭ്രമമാണ് ഇത്. പക്ഷേ സത്യം മറിച്ചാണ്. ചെറിയ പ്രായത്തിൽ തന്നെ ശരീരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെയും ക്ഷണികത്തെക്കുറിച്ച് ഒരാൾ ബോധവാനാകേണ്ടതും ഇന്ദ്രിയ പ്രചോദിതമായ ആഗ്രഹങ്ങളെ നിയന്ത്രിക്കേണ്ടതുമാണ്. ആഗ്രഹങ്ങൾ ഒരിക്കലും മതിവരാത്തവയാണ്. സമ്പത്ത്, അധികാരം, സ്ഥാനമാനം എന്നിവയെ പിന്തുടരുന്നത് ദുഃഖത്തിലേ അവസാനിക്കുകയുള്ളൂ. അതിനു പകരം ഒരാൾ ഈശ്വരനിൽ ശരണം പ്രാപിക്കുകയും തന്റെ കർമ്മങ്ങളെ എല്ലാം ഈശ്വരന് സമർപ്പിക്കുകയും വേണം. ആന്തരിക ശാന്തി നേടുവാൻ ആഗ്രഹങ്ങളെ കീഴടക്കുക. ഒരു മനുഷ്യജീവി എന്ന നിലയിൽ അമൂല്യമായ ജന്മം ലഭിച്ചുവെങ്കിലും മനുഷ്യൻ മൃഗങ്ങളെക്കാളും മോശമായ ജീവിതം നയിക്കുന്നു. മൃഗങ്ങൾ അസൂയയാൽ നശിക്കുന്നില്ല. അവയുടെ സമ്പാദ്യങ്ങൾ അഭിമാനം കൊള്ളുന്നുമില്ല. അവയ്ക്ക് ബാങ്കിൽ നിക്ഷേപങ്ങളോ മാസവരുമാനമോ ഇല്ല. അവർക്ക് ലഭിക്കുന്ന ആഹാരവും പാർപ്പിടവും കൊണ്ട് തൃപ്തരായി ഓരോ നിമിഷവും സന്തോഷത്തോടെ ജീവിക്കുന്നു. മനുഷ്യന്റെ അറിവും സാമർഥ്യവും വർദ്ധിച്ചതോടുകൂടി സദാചാര സ്വഭാവധാര്യം അധപതിച്ചു. നല്ല ജീവിതത്തിന്റെ രഹസ്യം മനുഷ്യൻ കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. താൻ ജന്മമെടുത്തിരിക്കുന്നത് ലൗകിക സുഖങ്ങൾ ആസ്വദിക്കുവാനല്ലെന്നും സൽസ്വഭാവങ്ങൾ വളർത്തിയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചും തന്റെ ദിവ്യമായ ഭാഗധേയത്തെ അറിയുവാനാണെന്നും മനുഷ്യൻ ബോധ്യമാകണം. മനുഷ്യരൂപമുള്ളപ്പോൾ പൈശാചിക പ്രവൃത്തികൾ ഏർപ്പെടുന്നത് മനുഷ്യപ്രകൃതിയെ തരം താഴ്ത്തുകയാണ് ചെയ്യുന്നത്. ഒരുവന് മനസ്സമാധാനം ഇല്ലെങ്കിൽ സമ്പത്തും പദവിയും കൊണ്ട് എന്താണ് പ്രയോജനം? ഒരു ശാന്തമായ മനസ്സാക്ഷിയാണ് മനുഷ്യന്റെ ഏറ്റവും തിളക്കമേറിയ ആഭരണം. ആന്തരിക ശാന്തി ലഭിക്കുന്നതിന് ആഗ്രഹങ്ങളെ കീഴടക്കുകയും എല്ലാ ചിന്തകളെയും ഈശ്വരനിൽ കേന്ദ്രീകരിക്കുകയും വേണം. സമർപ്പണ മനോഭാവത്തോടുകൂടി നിങ്ങൾ സ്വയം സേവന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം. നേതൃസ്ഥാനത്തിന് വേണ്ടി കുതിക്കാതിരിക്കുക. വിനയത്തോടും സമർപ്പണ മനോഭാവത്തോടും കൂടി സമൂഹത്തിലെ ദരിദ്രരെയും അശരണരെയും സഹായിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള സേവനം. ഇതാണ് ഈശ്വരൻ നൽകുന്ന യഥാർത്ഥ സേവനം. ദിൽ മേ രാം ഹാത് മേ കാം, ഹൃദയത്തിൽ രാമനും കയ്യിൽ കർമ്മവും. നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഈശ്വരനെ കുടിയിരുത്തിക്കൊണ്ടും കൈകളിൽ ശക്തിയാർജിച്ചുകൊണ്ടും ജനസേവനം ചെയ്യുന്നതിന് സ്വയം തയ്യാറാവുക. സായിരാം. അടുത്ത അനുഭവങ്ങൾ പറഞ്ഞോളൂ. ഓക്കെ. ഞാൻ ജ്യോതി, പുട്ടപ്പർത്തിയിൽ കൊൽവന്തകാളിൽ സേവനം ചെയ്യുന്നു. എൻ്റെ ഹസ്ബൻഡ് സെക്രട്ടറിയിൽ നിന്ന് റിട്ടയർ ആയത്. ഇപ്പോൾ ഇവിടെ തന്നെ ഉണ്ട്. ഒരു മകനുണ്ട്. റേഡിയോ സായിൽ വർക്ക് ചെയ്തിരുന്നു. ഇപ്പോൾ 2 വർഷമായി കാനഡയിലാണ്. സ്വാമിയുടെ അനുഭവങ്ങൾ, ഒരുപാട് അനുഭവങ്ങൾ ഭഗവാൻ തന്നിട്ടുണ്ട്. പക്ഷെ കുറച്ച് അനുഭവങ്ങൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. 1991 എൻ്റെ വിവാഹം കഴിഞ്ഞ സമയത്താണ് ഞാൻ സ്വാമിയുടെ ഒരു കാർഡ് രൂപത്തിലുള്ള ഒരു ഫോട്ടോ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. വിവാഹം കഴിഞ്ഞ് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ ഓരോ വീടുകൾ നമ്മൾ സന്ദർശിക്കുമല്ലോ. അപ്പം ഹസ്ബൻഡ് ഒരു റിലേറ്റീവ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡ് ഒന്നും ഡിവോട്ടി അല്ല, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ പോയപ്പോൾ അവര് ഡിവോട്ടി ആയിരുന്നു സ്വാമിയുടെ. നിങ്ങൾക്കൊക്കെ അറിയും. പാപ്പനംകോട് ഇപ്പോഴും ഉണ്ട്, തങ്കം ചേച്ചി ഉണ്ണിയണ്ണനും. ആ ചേച്ചി വഴിയാണ് ഞാൻ അവിടെ വീട്ടിൽ പോയപ്പോൾ എനിക്ക് ആദ്യമായി ഭഗവാന്റെ ഒരു സ്വാമിയുടെ ഒരു കാർഡ് രൂപത്തിലുള്ള ഒരു ഫോട്ടോയും വിഭൂതിയും തന്നത്. അത് ഞാൻ വാങ്ങിച്ചു, ബാഗിൽ വെച്ചു. കുറ്റപ്പെടുത്തിയ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പക്ഷെ എനിക്ക് അതൊന്നും ഉൾക്കൊള്ളാനോ ഒന്നിനും അപ്പോഴും മനസ്സിൽ തോന്നിയിട്ടില്ലായിരുന്നു. ഞാൻ ബാഗിൽ സൂക്ഷിച്ചു വെക്കുകയായിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറെ നാൾക്ക് ശേഷം എനിക്ക് മകന് ഉണ്ടായ ശേഷം വീണ്ടും ഒരു ദിവസം അവരുടെ വീട്ടിൽ പോയ അവസരം വന്നു. ആ സമയത്ത് ചേച്ചി എനിക്ക് ഒരു ഭജനാവലിയും ശ്രുതി സച്ചരിതവും തന്നു. ഇതൊക്കെ വായിക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നു. എനിക്ക് അതിങ്ങനെ ബാഗിൽ ഇരിക്കുകയായിരുന്നു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ പ്രത്യേക മണ്ഡലത്തിൽ താമസിക്കാൻ തുടങ്ങിയ ശേഷം മകൻ സ്കൂളിലൊക്കെ പോയ സമയത്താണ് ഞാൻ എന്നും സന്ധ്യയ്ക്ക് നാമം ജപിക്കുമായിരുന്നു. അപ്പൊ ഈ ഭജനാവലി എടുത്ത് നോക്കിയപ്പോൾ ഒന്നും എനിക്ക് അങ്ങനെ വലിയ പിടിയൊന്നും ഇല്ല, എങ്ങനെ വായിക്കണം എന്താണെന്ന്. അതിലൊരു ഗോവിന്ദ സായി, അത് ഞാൻ എന്നും സന്ധ്യയ്ക്ക് ജപിക്കുമായിരുന്നു. ശ്രുതി സച്ചരിതം എടുത്ത് വായിച്ചപ്പം ഒന്നും പിടി കിട്ടുന്നില്ല. പക്ഷെ ഞാൻ വെറുതെ ഇങ്ങനെ വായിക്കുമായിരുന്നു.
പക്ഷെ സ്വാമി ഇതൊക്കെ എന്നെ കൊണ്ടുവരാൻ അപ്പോഴേ സ്വാമി നിയോഗിച്ചു എന്ന് എനിക്കതൊന്നും അന്ന് മനസ്സിൽ അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം മകൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയമായപ്പം എനിക്ക് തൊണ്ടയിൽ കുറച്ച് പ്രശ്നങ്ങൾ വന്നിരുന്നു. ഒരു വലിയ സർജറി നടത്തേണ്ടി വന്നു. അതിൽ കുറേ ബുദ്ധിമുട്ടുകൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഫേസ് ചെയ്യേണ്ടി വന്നു. അന്നൊന്നും ഇത്രത്തോളം മനസ്സിന് കരുത്തൊന്നും ഇല്ലായിരുന്നു. ഭയങ്കര ഭയവും പേടിയോ അങ്ങനെ ഭയങ്കര ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാനന്ന് ആ സമയത്ത്. അങ്ങനെ ഞാൻ അതൊക്കെ ഫേസ് ചെയ്യുന്ന കാലത്താണ് എനിക്ക് അവിടെ ഒരു കിൻഫ്ര ഓഫീസിൽ ജോലി കിട്ടുന്നതും. ഞാൻ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും പോകുമായിരുന്നു. ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് കാറെടുത്ത് പോകുമായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ വിഷമിച്ചിരുന്ന സമയത്താണ് പട്ടസമിതിയിലെ ലക്ഷ്മി നഗറിൽ പുതിയ മന്ദിരം ഉദ്ഘാടനത്തിന് എന്നെ ഒരു ഫ്രണ്ട് എന്നെ വിളിക്കുന്നത്. അങ്ങനെ എനിക്ക് അവിടെ പോകാൻ പറ്റി. അവരെല്ലാവരും എന്നെ വ്യാഴാഴ്ച ഭജനയിലൊക്കെ ക്ഷണിച്ചു. അങ്ങനെ വ്യാഴാഴ്ചകളിൽ ഭജനയ്ക്ക് പോകണമെന്ന് മനസ്സിൽ തോന്നി. എല്ലാ വ്യാഴാഴ്ചയും ഓഫീസ് ടൈം കഴിഞ്ഞ് ഇറങ്ങുമായിരുന്നു. മകൻ സ്കൂളിൽ നിന്ന് വരുമായിരുന്നു. ഹസ്ബൻഡ് ഇടയ്ക്കൊക്കെ വരുമായിരുന്നു ഭജനയ്ക്ക്. പക്ഷെ ഭജന അന്ന് പട്ടസമിതിയിലെ ഭജന ഭയങ്കര നല്ല ഭജനയായിരുന്നു. ഇന്നും നല്ലതായിട്ട് ഭജന പാടുന്നവരുടെ ഭജന കേൾക്കാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങനെ ഭജനയിൽ കൂടെ സ്വാമിയുടെ ഭജന കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങുമായിരുന്നു. അങ്ങനെ ഭജന കേട്ടുകൊണ്ടിരുന്നു. വല്ലാത്ത ഒരു ആനന്ദം എൻ്റെ മനസ്സിൽ ഫീൽ ചെയ്തിരുന്നു. എന്തോ അതിനുശേഷം അവിടെ നിന്ന് മോനെ ബാലവികാസത്തിൽ ചേർക്കാനും വൈദ്യനാഥ് സാറിന്റെ കീഴിൽ നിന്ന് വേദം പഠിക്കാനും ഒക്കെ ഭഗവാൻ എനിക്ക് അവിടെ നിന്ന് അവസരം തന്നു. അത് കഴിഞ്ഞാണ് മോനെ ബാലവികാസിലെ ഇൻസ്ട്രുമെന്റ് മാത്രം നടത്തുന്ന ഒരു പരിപാടി പുട്ടപർത്തിയിൽ ഓണത്തിന് നടത്തുന്നു. ബാലവികാസ് കുട്ടികളെ തിരഞ്ഞെടുക്കുന്നു. മോൻ അന്ന് കീബോർഡ് വായിക്കുമായിരുന്നു, അല്ലാതെ സംഗീതം അഭ്യസിക്കുമായിരുന്നു, ചിത്രരചന ഇതൊക്കെ താല്പര്യവും പഠിക്കാനൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു പഠിത്തത്തിന്റെ കൂടെ. അപ്പൊ അവന് കീബോർഡിൽ സെലക്ഷൻ കിട്ടി. കുഞ്ചാലം മൂടുന്ന സ്ഥലത്തില് എന്നും പ്രാക്ടീസ് നടക്കുമായിരുന്നു. ആ ഓണത്തിന് പുട്ടപ്പുറത്തിയിൽ കുട്ടികളുടെ ബാലവികാസിലെ ഇൻസ്ട്രുമെന്റ് പ്രോഗ്രാം നടത്താനായിരുന്നു. അന്ന് ഭദ്രൻ സാർ അപ്പൊ പറയുമായിരുന്നു, ഈ പരിപാടി സ്വാമി അനുവദിച്ചാൽ മാത്രമേ നടത്തുള്ളൂ, അതുകൊണ്ട് കുട്ടികളാരും നടത്തുമെന്ന് വലിയ പ്രതീക്ഷ, നടത്തിയില്ലെങ്കിലും സ്വാമിയുടെ നിശ്ചയമെന്ന് വിചാരിക്കണം പേരൻസും കുട്ടികളും എന്നൊക്കെ പറയുമെന്ന്. ഞാൻ വെച്ചാൽ എന്തായാലും ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്കറിയില്ലല്ലോ എന്ന് ഞാനും വിചാരിക്കുമായിരുന്നു. പക്ഷെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞു. പുട്ടപ്പർത്തിയില് ആ ഓണത്തിന് ആദ്യമായിട്ട് ഞാൻ പുട്ടപ്പർത്തി വരുന്നത് മകന്റെ ഈ ഇൻസ്ട്രുമെന്റ് പരിപാടിക്ക് വേണ്ടി ഞാനും ഹസ്ബൻഡും സമിതിയിൽ നിന്ന് ഞങ്ങൾ കുറെ പേര് കൂടി ഇങ്ങനെ വന്നത്. അപ്പം അവിടെ പ്രാക്ടീസൊക്കെ നടന്നു. ആ ദിവസം നടത്തേണ്ട ദിവസം രാവിലെ വരെ സ്വാമി അനുവദിച്ചില്ല എന്നാണ് അറിഞ്ഞത്. വൈകിട്ട് ഭദ്രൻ സാറൊക്കെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഇൻസ്ട്രുമെന്റുകൾ അവരവരുടെ എല്ലാം എടുത്ത് കുൽവന്താളി ഇരിക്കുക, സ്വാമി യെസ് എന്ന് പറയുകയാണെങ്കിൽ ഈ പരിപാടി നടത്തും, അല്ലെങ്കിൽ നടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാം അവരവരുടെ ഇൻസ്ട്രുമെന്റ് ഒക്കെ എടുത്ത് കുൽവന്താളി ഇരുന്നു. സ്വാമി പക്ഷേ ആ പരിപാടി അന്ന് അനുവദിച്ചില്ല. അപ്പൊ കുട്ടികൾക്കൊക്കെ ആദ്യമേ പറഞ്ഞതുകൊണ്ട് അവരവരുടേതായ നമുക്കെല്ലാവർക്കും ആ രീതിയിൽ എടുക്കാൻ സാധിച്ചു. പക്ഷെ അന്നാണ് ഞാൻ സ്വാമിയെ ആ കുൽവന്താളിൽ ആദ്യമായിട്ട് ഭഗവാനെ കാണുന്നത്. സ്വാമി ഇങ്ങനെ വീൽ ചെയറിലാണ് വരുന്നത്. പക്ഷെ സ്വാമിയെ ഞാൻ തൊഴുത് കൂടുതലൊന്നും എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ദിവസം കുട്ടികളുടെ ബാലവികാസ് കുട്ടികളുടെ ഭജനയിൽ പങ്കെടുക്കാൻ മകൻ അവസരം കൊടുത്തു. പിന്നെ 2 ദിവസം കഴിഞ്ഞാൽ റിട്ടേൺ ടിക്കറ്റ്. അങ്ങനെ ഞാനെല്ലാം സ്വാമിയോട് പ്രാർത്ഥിക്കും, എല്ലാ ദിവസവും ദർശനത്തിന് പോകും. സ്വാമി ചില ദിവസങ്ങൾ അന്ന് വരും, ചില ദിവസം വരില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ അന്നൊരു ദിവസം ഞാൻ ഭജൻ ഹാളിൽ കുൽവന്ത് ഹാളിൽ കയറി ദർശനത്തിന് ഇരുന്നപ്പോ എൻ്റെ ഒരു ഫ്രണ്ട് സലജ എന്ന് പറയും, അതൊക്കെ എൻ്റെ അസുഖങ്ങൾ അനുഭവിക്കുന്ന വേദന, ഈ ഓപ്പറേഷന്റെ കാര്യം ഇതൊക്കെ അവർക്ക് അറിയാമായിരുന്നു. അപ്പം അവരെന്നോട് കുട്ടി പറഞ്ഞു, സ്വാമി ഭജൻ ഹാളിൽ ദർശനത്തിന് വരും, ജ്യോതിക്ക് വേണമെങ്കിൽ സ്വാമിയെ നല്ലതായിട്ട് കാണാം, വേണമെങ്കിൽ ഇത് അവിടെ പോയി ഇരുന്നോളൂ, അവിടെ നിന്നാണ് അവരെ വിടുന്നത്, അതായത് VIP ഗേറ്റിന്റെ ഇപ്പുറത്തെ തൂണിന്റെ അവിടെ നിന്ന് വേണമെങ്കിൽ പോവാം, ജോലിയുടെ ഭാഗ്യം പോലെ ഇരിക്കും, സ്വാമി ചിലപ്പോൾ വരും ചിലപ്പോൾ വരില്ല, അറിയില്ല എന്ന് പറഞ്ഞു. എന്നാ പിന്നെ ശരിയെന്ന് പറഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് അവിടുത്തെ പെർമനന്റ് ആന്റി അവിടെ നമ്മളെ ഇരുത്തുമായിരുന്നല്ലോ, അന്ന് അവിടെ ഇരുത്തി. അത് കഴിഞ്ഞിട്ട് അന്നത്തെ സമ്പ്രദായം ഈ ചെറിയൊരു സഞ്ചിയിൽ ഇങ്ങനെ കുലുക്കി വരും, ടോക്കൺ എടുക്കണം. നമ്മൾക്ക് ടോക്കൺ കിട്ടുന്ന അനുസരിച്ച് അവർ ഫസ്റ്റ് ലൈൻ സെക്കൻഡ് ലൈൻ ഇങ്ങനെ ഇടുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് ആന്റി ടോക്കൺ കൊണ്ട് കുലുക്കി എൻ്റെ മുമ്പ് വന്നു. ഞാൻ എടുത്ത ടോക്കൺ 1ാമത്തെ ടോക്കൺ ആയിരുന്നു. അങ്ങനെ എനിക്ക് ഫസ്റ്റ് റോയിൽ ഭജൻ ഹാളിൽ ഇരിക്കാൻ അവസരം കിട്ടി. ഞാൻ ഭജൻ ഹാളിൽ പോയി ഇരുന്ന് സ്വാമി വരുമെന്തോ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. വേദം തുടങ്ങിക്കഴിഞ്ഞു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ സ്വാമി ബാക്കിലത്തെ വാതിലിൽ കൂടെ അങ്ങനെ വന്ന് ഫസ്റ്റ് റോയിൽ ആ നേട്ടിട്ടിരിക്കുന്നതിൻ്റെ അവിടെ തന്നെയാണ് എനിക്ക് സീറ്റ് കിട്ടിയത്. അപ്പൊ സ്വാമി ഇങ്ങനെ എൻ്റെ അടുത്തുകൂടെ പോയി. അറിയാലോ, ഭജൻ ഹാളിൽ ആ ചെയറിൽ സ്വാമി കയറിയിരുന്നു. അങ്ങനെ സ്വാമിയുടെ ആ ദർശനം ഭയങ്കര ഒരു അനുഭവമായിരുന്നു എനിക്ക്. സ്വാമി ഭജൻ തീരുന്നത് വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അതെന്റെ ജീവിതത്തിലെ മറക്കാനാത്തൊരു സംഭവമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിൽ പോയി.
പിന്നെ എനിക്ക് സമിതിയിൽ ചെന്ന് പോയപ്പോഴൊക്കെ ഒരു സർവീസ് ചെയ്യണം പുട്ടപ്പർത്തിയിൽ, ഇങ്ങനെ ഒരു തോന്നൽ എപ്പോഴും വരുമായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ ചോദിച്ചു. അങ്ങനെ അടുത്ത സർവീസിന് പട്ടസമിതിയും തന്നെയാണ് ഇവിടെ പുട്ടപ്പർത്തി സർവീസിന് വരുന്നത്. സർവീസിന് വന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഷോപ്പിംഗ് കോംപ്ലക്സിലായിരുന്നു. എനിക്ക് അന്ന് അത്രയൊക്കെ ചെയ്യാൻ പറ്റും, എൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ അങ്ങനെയായിരുന്നു. അങ്ങനെ ഞാൻ ഷോപ്പിംഗ് കോംപ്ലക്സ് സർവീസ് ചെയ്ത് വളരെ നല്ല സർവീസ് ആയിരുന്നു. ആ സമയത്താണ് ഗുരുപൂർണിമ വന്നത്. അപ്പൊ ഗുരുപൂർണിമ ടൈമില് ഷോപ്പിംഗ് കോംപ്ലക്സ് അവധിയാണ്. അപ്പോൾ എനിക്ക് കുൽവന്ത് ഹാളിൽ അന്ന് അവിടെ ഉള്ളവരൊക്കെ അവിടെ ഡ്യൂട്ടി ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ കുൽവന്ത് ഹാളിൽ റോപ്പ് പിടിക്കാനായിരുന്നു അവിടെ. അപ്പൊ സ്വാമി ആ മഞ്ഞ റോബൊക്കെ ഇട്ട് ഇങ്ങനെ വരുന്നത് എൻ്റെ കണ്ണിൽ എപ്പോഴും ഉണ്ട്. അങ്ങനെ അത് ഒരു ദർശനം ഭയങ്കര അനുഭവമായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് സമിതിയിലൊക്കെ പോയി കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മണ്ണന്തല സമിതി പുതിയതായിട്ട് അവിടെ വരുന്നത്. അങ്ങനെ ആ സമിതി വന്ന ശേഷം ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് 2 മിനിറ്റ് നടന്നു പോയാൽ മതി. അപ്പം എനിക്ക് അവിടെ കൂടുതൽ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനും ഒക്കെ സാധിച്ചു. അങ്ങനെ ഒരു മനസ്സ് വന്നു. അങ്ങനെ എല്ലാ പുട്ടപർത്തി സർവീസിനും വരണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അത് ഓഫീസിലെ വർക്ക് അതെനിക്ക് തടസ്സമായിരുന്നു, ലീവ് ഭയങ്കര പ്രശ്നമായിരുന്നു. അങ്ങനെ ആ ജോലി ഏതാണ്ട് സ്ഥിരപ്പെടുത്താറൊക്കെ ആയപ്പം ഞാൻ ആ ജോലി വേണ്ടെന്ന് വെച്ചു. കാരണം വെച്ചാൽ എനിക്ക് ഈ സർവീസിന് വരണം, ഓരോ കാര്യങ്ങൾ സ്വാമിയുടെ വർക്ക് ചെയ്യണം, ഇങ്ങനെ ഒരു മനസ്സിങ്ങനെ ഭയങ്കര അതിലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡിനോട് ഇങ്ങനെ ചോദിച്ചു, നീ ഇങ്ങനെ സ്വാമിയുടെ പ്രവർത്തനങ്ങളിലൊക്കെ ഇറങ്ങിക്കോട്ടെ, ഓരോന്ന് ചെയ്യാൻ ഇഷ്ടം, നിന്റെ ഇഷ്ടം പോലെ ചെയ്തോളൂ, ഞാൻ അനുവദിച്ചിരിക്കും. അദ്ദേഹം എന്നെ അനുവദിച്ചത് കൊണ്ട് മാത്രമാണ് എനിക്ക് ഇതെല്ലാം പോവാനും പ്രവർത്തിക്കാനും ഒക്കെ സാധിച്ചത്. അത് അദ്ദേഹം ചെയ്യുന്നൊരു സർവീസായി ഞാൻ കാണുന്നു. അദ്ദേഹത്തിന്റെ തിരക്ക് കാരണം എല്ലാ ദിവസവും എന്നോടൊപ്പം വരാനോ അന്നും സാധിച്ചിരുന്നില്ല. പക്ഷെ എല്ലാത്തിനും എന്നെ അനുവദിച്ചിരുന്നു. അങ്ങനെ ഞാൻ മണ്ണന്തല സമിതിയിൽ നിന്ന് ഓരോ പ്രവർത്തനങ്ങളിൽ അന്ന് EHC ചാർജ് എന്തോ എനിക്ക് തന്നിരുന്നു, അതിലൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു. മോൻ അവിടെ ലീഡ് സിംഗറായി പാടാനൊക്കെ സാധിച്ചു. അങ്ങനെ ഇരുന്നാണ് ഒരു ദിവസം, എല്ലാ ദിവസവും വ്യാഴാഴ്ച സമിതി ക്ലീൻ ചെയ്യുന്ന പരിപാടി ഉണ്ടല്ലോ, അപ്പൊ ഞാനും മോനും കൂടെയാണ് അതവിടെ ചെയ്തിരുന്നത്. ജോലി ഇല്ലല്ലോ, അപ്പം ഞാൻ ഫ്രീ ആണ്. അപ്പം എല്ലാ ദിവസവും വ്യാഴാഴ്ച സമിതി മൊത്തം ക്ലീൻ ആക്കും. അവിടെ പായോട് അറിയാലോ വ്യാഴാഴ്ച, അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും വളരെ സന്തോഷമായി ഞാനും മോനും കൂടെ ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് ഡയസിന് വേണ്ട പൂക്കളെല്ലാം അമ്പലമുക്ക് പോയി കാറെടുത്തോണ്ട് പോയി വാങ്ങിച്ചവിടെ കൊണ്ടുവച്ച് വൈകുന്നേരം സമിതി ഭജനയ്ക്ക് പങ്കെടുക്കുക. അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു ഞങ്ങള്. അങ്ങനെ ഇരുന്നപ്പോഴാണ് മോന് അപ്പൊ ഏതാണ്ട് +2 പഠിക്കുന്നു. ആ സമയത്ത് വീണ്ടും പുട്ടപർത്തിയിലെ ഒരു കേരള യൂത്തിന്റെ ഒരു നാടകം നടത്താനായിട്ട് ഒരു അവസരം വന്നു. എൻ്റെ മോന് അതിൽ സെലക്ഷൻ കിട്ടി. ആലുവയിലെ നമ്മുടെ ഗീച്ചേച്ചി അവനെ കാട്ടിലെ സീതയായിട്ടാണ് തിരഞ്ഞെടുത്തത്. അങ്ങനെ ഒരുപാട് പ്രാക്ടീസ് ഒക്കെ കഴിഞ്ഞു. ആ വർഷം സ്വാമി ഫിസിക്കലി ഉള്ള ലാസ്റ്റ് ഓണമാണത് എന്നാണ് എൻ്റെ ഓർമ്മ. ആ സമയം ആ വർഷം പുട്ടപർത്തിയില് മോന് ഭരത് ദി ഗ്രേറ്റ് എല്ലാവർക്കും അറിയാം. അതില് മോന് അവിടെ സ്വാമിയുടെ മുന്നിൽ ആ നാടകം അവതരിപ്പിക്കാൻ സാധിച്ചു. സ്വാമിയുടെ പാദനമസ്കാരം അവന് കിട്ടി. സ്വാമി ഒരു ലഡു അവന് കൊടുത്തു. ഭയങ്കര നല്ല ദിവസമായിരുന്നു. എനിക്ക് ഭയങ്കര ഒരു നല്ല സന്തോഷമുള്ള ദിവസമായിരുന്നു. ഞാനും എൻ്റെ ഹസ്ബൻഡും ഒക്കെ വളരെയധികം സന്തോഷിച്ചു. മോനും കുൽവന്ത് ഹാളിൽ നിന്ന് നാടകം കാണാനായിട്ട് എനിക്ക് സാധിച്ചില്ല. എൻ്റെ കണ്ണീര് കൊണ്ട് എനിക്ക് നാടകം കാണാൻ പറ്റില്ല. ശരിക്കും ഞാൻ അത് പിന്നെ ഒരു ദിവസം CD ഇട്ടാണ് കണ്ടത്. അത്രയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും. സ്വാമി അവനെ മാത്രമല്ല, അന്ന് അതിൽ പങ്കെടുത്ത എല്ലാ യൂത്തുകാർക്ക് കൂടെയും സ്വാമി ഒരുപാട് സമയം ചെലവഴിച്ചു, കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. വളരെ നല്ല അനുഭവമായിരുന്നു അത്. അത് കഴിഞ്ഞ് വീണ്ടും സമിതി പ്രവർത്തനങ്ങളിലൊക്കെ ഞാൻ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഒരു ദിവസം അത് കഴിഞ്ഞ് മോന് പുട്ടപർത്തിയില് +2 കഴിഞ്ഞ് ടെസ്റ്റ് എഴുതിയിട്ടുണ്ടായിരുന്നു അഡ്മിഷൻ കിട്ടാൻ വേണ്ടി. അതേ സമയം അവൻ അവിടെ എഞ്ചിനീയറിംഗ് കോളേജിലും ആർക്കിടെക്ട് എഞ്ചിനീയറിംഗിനും അവൻ അപേക്ഷിച്ചിരുന്നു. രണ്ടിനും അവൻ ടെസ്റ്റ് എഴുതിയിരുന്നു. അങ്ങനെ ഇരുന്നാണ് സ്വാമിയുടെ മ്യൂസിക് കോളേജിൽ അവന് അഡ്മിഷൻ കിട്ടുന്നത്. അപ്പം അതേ സമയം അവിടെ ആർക്കിടെക്ട് എഞ്ചിനീയറിംഗിന് ലിസ്റ്റ് വന്നപ്പോൾ അവന് ലിസ്റ്റിൽ പേരുണ്ടായിരുന്നു. വേണമെങ്കിൽ ആ ലിസ്റ്റിലെ പ്രകാരം നമുക്ക് അവന് അവിടെ അഡ്മിഷൻ കിട്ടുമായിരുന്നു. പക്ഷെ സ്വാമിയുടെ മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അപ്പം എന്താണ് ചെയ്യേണ്ടത്? പക്ഷെ എനിക്കൊരു സംശയമില്ല, സ്വാമി തന്ന ഒരു ഇത് മ്യൂസിക് എങ്കിൽ മ്യൂസിക്, അതിലപ്പുറം വലുത് ഒരു എഞ്ചിനീയറിംഗോ MBBS ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഞാൻ ഹസ്ബൻഡിനോട് സംസാരിച്ചു. ഹസ്ബൻഡ് പറഞ്ഞു മോന്റെ ഇഷ്ടത്തിന് വിടുക, അവന് ഏതാണ് ഇഷ്ടം അത് നടക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മോനോട് അഭിപ്രായം, നിന്റെ ഇഷ്ടത്തിന് നീ ചെയ്തോ, നിനക്ക് ഏതാണ് ഇഷ്ടം അതിൽ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞു. അവൻ ഒരാഴ്ച മറുപടിയൊന്നും പറഞ്ഞില്ല. ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ് നമ്മളെ സമിതിയിൽ എന്തോ ഒരു ഫംഗ്ഷന് നമ്മുടെ സോമൻ സാർ ഒരു സത്സംഗം നടത്തിയിരുന്നു. അന്ന് വൈകുന്നേരം രാത്രി അവൻ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മേ ഞാൻ മ്യൂസിക് കോളേജിൽ തന്നെ പുട്ടപർത്തി ചേരാൻ തന്നെ തീരുമാനിച്ചു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. അവൻ കറക്റ്റ് തീരുമാനമാണ് എടുത്തതെന്ന്. അങ്ങനെ അവന് മ്യൂസിക് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അവൻ മ്യൂസിക് കോളേജിൽ പഠിക്കാനായിട്ട് വന്നു.
പിന്നെ ഇവിടെ മ്യൂസിക് കോളേജിൽ വെച്ച് തന്നെ അവന് ഉപനയനത്തിന് അവന് തന്നെ ഒരു നറുക്കെട്ട് വീണ്. അങ്ങനെ നമ്മളെ പുൽബന്ധകാളി ഞങ്ങൾക്ക് അവന്റെ ഉപനയനം നടത്താനും ഭഗവാൻ അനുഗ്രഹം തന്നു. അതൊരു വലിയ അനുഭവമായിരുന്നു. അങ്ങനെ സമിതി ക്ലീനിക്ക് അവൻ പോയ ശേഷം ഞാൻ മാത്രം നടത്തിക്കൊള്ളും. വളരെ സന്തോഷമായി ചെയ്തിരുന്ന ഒരു വർക്കായിരുന്നു. ആ സമയത്ത് ഒരു ദിവസം ഞാൻ അവിടെ സമിതി വ്യാഴാഴ്ച ക്ലീൻ ചെയ്യാൻ പോയപ്പോൾ എല്ലാമൊക്കെ ക്ലീൻ ചെയ്തു ഇറങ്ങി വിഭൂതി പാത്രം തുടച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വയസ്സായ ഒരാള് സമിതിയിൽ കയറി വന്നു. ജെൻസ് അടി കൂടെ വന്നു. മോളെ എന്ന് വിളിച്ചു. ഇന്ന് വ്യാഴാഴ്ചയല്ലേ, എനിക്കിന്ന് വൈകിട്ട് വരാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ വന്നതാണ്. ഒരു കാര്യം ചെയ്യും മോളെ, എനിക്ക് അതിൽ നിന്ന് കുറച്ച് വിഭൂതി എടുത്ത് പൊതിഞ്ഞു തരുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനും കൂടുതലൊന്നും വിചാരിച്ചില്ല. വിഭൂതി എടുത്ത് പൊതിഞ്ഞു അദ്ദേഹത്തിന്റെ കയ്യിൽ കൊടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പറഞ്ഞു, ഞാനിനി ഇറങ്ങട്ടെ, എനിക്ക് ഒരുപാട് ദൂരം പോവേണ്ടതാണ്, ആട്ടോ വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അദ്ദേഹം ജെയിംസ് അടി കൂടെ ഇറങ്ങി പുറത്തു പോയി. ഞാൻ അവിടെ പുറത്തെ വേക്കിലെ വാതിലിൽ കൂടെ നോക്കിയപ്പം ഒരു ആട്ടോ നിൽക്കുന്നു. ഒരു ആട്ടോ ഡ്രൈവർ, ഒരു നീഗ്രോ ലുക്ക്, അദ്ദേഹം എന്നെ നോക്കി ഇങ്ങനെ പുഞ്ചിരിച്ച് നിൽക്കുന്നു. ആ മുഖം എനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയുണ്ട്. പക്ഷെ എനിക്ക് അപ്പോഴൊന്നും തോന്നിയില്ല. അദ്ദേഹം ആട്ടോയിൽ കയറി പോയി. കുറച്ചു ദൂരം പോയാണ് മെയിൻ റോഡ് എത്തുന്നത്. ആട്ടോ വിട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇത് ആരാ ഈ വന്നത്, ഇവിടെ കണ്ടിട്ടില്ലല്ലോ, ഈ ആട്ടോ നമ്പർ ഞാൻ നോക്കിയില്ലല്ലോ, ഇങ്ങനെ ഒരു ഡ്രൈവറെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. പിന്നീട് ഞാൻ കാറെടുത്ത് ഓട്ടിച്ച് പോകുമ്പോഴൊക്കെ ഇങ്ങനെ ഒരു ഡ്രൈവർ ഉണ്ടോ, ഇങ്ങനെ ആട്ടോ ഉണ്ടോ, ആ ഡ്രൈവർ എവിടെയെങ്കിലും ഒരിക്കലും ഞാൻ കണ്ടിട്ടില്ല. അത് ഭഗവാൻ സത്യസായി ബാബയും സിദ്ധി ബാബയും വന്ന് എന്നെ അനുഗ്രഹിച്ചതായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇന്നും സിദ്ധി ബാബ സമിതിയിൽ വരാനും ഒരുപാട് കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ മുൻകൈ എടുക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചിരുന്നു. അത് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴ കാറിൽ കൊണ്ട് സമിതി വെക്കാനും പല കാര്യങ്ങളിലും മോനും കൂടെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ ഭഗവാൻ എന്നെ അനുവദിച്ചിരുന്നു. ഇതെല്ലാം ഭഗവാൻ അറിഞ്ഞിരുന്നു. ഞാൻ ചെയ്യുന്ന വർക്കുകൾ, നമ്മൾ ചെയ്യുന്നതെല്ലാം ഭഗവാൻ കാണുന്നു എന്ന് എനിക്ക് അറിയാമായിരുന്നെങ്കിലും അത് ഒന്നുകൂടെ ഭഗവാൻ ഉറപ്പിച്ചു തന്നു. അതൊരു എൻ്റെ അനുഭവമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അത് കഴിഞ്ഞൊരു ദിവസം നമ്മളെ സ്റ്റേറ്റ് പബ്ലിക്കേഷൻ ഉണ്ണി സാറുണ്ട്. അദ്ദേഹം അന്ന് ബുക്സ് എന്തോ വാങ്ങിച്ച് അദ്ദേഹത്തിന്റെ ഫ്രണ്ട് മണ്ണന്തല ഒരു വീട്ടിൽ വെച്ചിരുന്നു. യുവരംപിള്ള സാറാണെന്ന് തോന്നുന്നു. അവിടെ നിന്ന് ജോലി കാറുണ്ടല്ലോ, ഒരു എടുത്ത് സമിതി കൊണ്ട് വെക്കുമെന്ന് എന്നോട് ചോദിച്ചിരുന്നു. അനന്ത സാർ ഞാൻ കൊണ്ട് വെക്കാമല്ലോ എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ ഞാൻ സമിതിക്ക് വേണ്ടി മണ്ണന്തല ചിറ്റാഴ ഒരു മണ്ഡലിയിൽ ഒരു ബാലവികാസ് തുടങ്ങുന്നതിന് വേണ്ടി ഞാനും എൻ്റെ ഫ്രണ്ട് ജയും ലതയും കൂടെ അവിടെ പോയി പ്രവർത്തിച്ച ശേഷം തിരിച്ചു വരുന്ന വഴി സാറിന്റെ വീട്ടിൽ ഇറങ്ങി ബുക്സ് എടുത്ത് സമിതി കൊണ്ടുവയ്ക്കാനായിരുന്നു പ്ലാൻ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വന്ന് കാർ അവിടെ റോഡിൽ ഇട്ടിട്ട് അകത്ത് കയറി ഗേറ്റ് തുറന്ന് കിടക്കായിരുന്നു. അകത്ത് കയറി ബെല്ലടിച്ചു, കോളിംഗ് ബെല്ലടിച്ചു. അവിടെ നിന്ന് ഞാൻ ജയം നിന്നു, ലത ഗേറ്റിന്റെ പുറത്ത് നിൽക്കുകയായിരുന്നു. ഞങ്ങൾ നിന്നിട്ട് കഥവും തുറക്കുന്നില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ലത എന്നെ ജ്യോതി എന്ന് ഒരുമാതിരി ഭയപ്പെട്ട് വിളിക്കും. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കാൻ നേരത്ത് ഒരു അൽസേഷൻ ഡോഗ് എൻ്റെ 2 തോളിലും അത് 2 കൈവച്ച് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നു. ഞാൻ അങ്ങ് വല്ലാതെ ഭയപ്പെട്ട്, വലിയൊരു കൂറ്റൻ അൽസേഷൻ ഡോഗ്. അവരാണ് ലത ഗേറ്റിന് പുറത്തായിരുന്നു, ഗേറ്റ് കൊടുത്തിട്ട് വെളിയിൽ നിൽക്കുന്നത്. ഞാനും ജയ അകത്താൻ നിൽക്കുന്നത്. ഞാൻ അങ്ങ് ഭയങ്കരമായിട്ട് പേടിച്ചു. ജയ അനങ്ങുന്നില്ല. അങ്ങനെ ഒന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് എൻ്റെ തോളിൽ നിന്ന് കൈയെടുത്ത് അവിടെ ഇറങ്ങി നിന്ന് ഞങ്ങൾ രണ്ടുപേരും മിഡിലായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം പെട്ടെന്ന് സാറിന്റെ വൈഫ് ഓടി വന്നു. ആ ഡോഗിനെ എടുത്ത് കൂട്ടിലടച്ച് ബുക്സ് ഒക്കെ തന്നു. അത് തുറന്നു വിട്ടേക്കായിരുന്നു. ഉച്ചയ്ക്ക് എന്തോ ഭക്ഷണം കൊടുക്കാനാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തോ എനിക്കത് ഭയങ്കര പേടി തോന്നി. എൻ്റെ ചുരിദാറാണെന്ന് ഇട്ടിരുന്നത്. തോളിലെന്തോ അതിന്റെ നഖം കൊണ്ടോ ഒന്നും കൊണ്ടിട്ടില്ല എന്ന് അവരൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ആ ബുക്സ് ഒക്കെ എടുത്ത് സമിതി കൊണ്ടുവച്ച് തിരിച്ച് വീട്ടിൽ പോയി ഹസ്ബൻഡിനോട് കാര്യം പറഞ്ഞു. അപ്പൊ തോളിൽ പാടൊന്നും ഇല്ല, നീ പേടിക്കണ്ട. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഞാനങ്ങ് പേടിച്ചു. സ്വാമിയെ വിചാരിച്ചു. അഞ്ച് രാത്രി കിടന്ന് ഉറങ്ങി. അന്ന് രാത്രിയിൽ സ്വാമി എനിക്ക് വന്ന് സ്വപ്ന ദർശനം തന്നു. സ്വാമി ഞങ്ങളെ വീട്ടിന്റെ അതിലേക്കൂടെ തുറന്ന ജീപ്പിൽ ഇങ്ങനെ സ്വാമി പോകുന്നു. ഞങ്ങളെ വീട്ടിലേക്ക് ഇങ്ങനെ ഫേസ് 2 കൈയും വെച്ച് സ്വാമി എന്നെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് ഇങ്ങനെ തുറന്ന ജീപ്പിൽ പോകുന്നതായിട്ട് ഞാൻ ആ ഗേറ്റിന്റെ അവിടെ നിന്ന് സ്വാമി ഇങ്ങനെ നോക്കുന്നു. അതിന് സ്വാമി എന്നെ അനുഗ്രഹിക്കുന്നതായിട്ട് ഞാൻ ആ സ്വപ്നം കണ്ടു രാത്രിയിൽ. പിറ്റേന്ന് രാവിലെ എനിക്കെന്തോ എൻ്റെ ഭയമെല്ലാം വിട്ടു മാറിയിരുന്നു. അതെൻ്റെ ഒരു വലിയ അനുഭവമായിരുന്നു. ഞാൻ പേടിച്ചത് ഭഗവാൻ തന്ന ഒരു മറുപടിയായിരുന്നു, പേടിക്കണ്ട. അതെനിക്ക് ജീവിതത്തിലെ അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ് സമിതിയിൽ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കണം, ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണം എന്നൊക്കെ എൻ്റെ മനസ്സിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്ത് ഞാൻ കുൽവന്താളിൽ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ എനിക്ക് പുട്ടപർത്തി ഡ്യൂട്ടിക്ക് വന്നപ്പോൾ കുൽവന്താളിൽ ബാക്കിൽ ചെയർ ഇടുന്ന ഡ്യൂട്ടിയാണ് ഭഗവാൻ തന്നിരുന്നത്. അന്ന് എനിക്ക് അത് ചെയ്യാൻ പറ്റുമായിരുന്നു. ഭഗവാൻ ഓരോ നമ്മുടെ കഴിവനുസരിച്ച് ഭഗവാൻ ഓരോന്ന് ഇങ്ങനെ തരുന്നത് ഞാൻ ചിന്തിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് സമിതിയിൽ വന്നു. ഓർഗനൈസേഷനിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് മനസ്സിൽ ഇങ്ങനെ എപ്പോഴും തോന്നും. ഓരോ ദിവസവും സ്വാമിയുടെ വർക്ക് ചെയ്യുമ്പോൾ എന്തോന്നില്ലാത്തൊരാനന്ദം. എൻ്റെ വിഷമങ്ങളൊക്കെ ഞാൻ മറന്നുപോകും, കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നല്. അങ്ങനെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിക്കാൻ ഭഗവാൻ എന്നെ അനുഗ്രഹിച്ചുകൊണ്ട് മാത്രം ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ആ സമയത്ത് ഡിസ്ട്രിക്ട് ജോയിന്റ് ബാലവികാസ് ചാർജ്
ഡിസ്ട്രിക്ട് സർവീസ് ഇൻചാർജ്, ഇങ്ങനെയൊക്കെ ഒരുപാട് നിലകളിൽ പ്രവർത്തിക്കാൻ ഭഗവാൻ എന്നെ അനുവദിച്ചു. അതിൽ അന്നത്തെ ജയശ്രീ ചേച്ചി ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തു. നമ്മെ വിട്ടുപോയ അമ്പി ചേച്ചി ഒരുപാട് സപ്പോർട്ട് എനിക്ക് ചെയ്തിരുന്നു. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ഇൻചാർജ് നമ്മുടെ ഉണ്ണികൃഷ്ണ സാർ ഒരുപാട് സപ്പോർട്ട് തന്ന സ്വാമി അയച്ച വ്യക്തികളൊക്കെ ആയിരുന്നു ഇവരെല്ലാം എനിക്ക് സപ്പോർട്ട് തന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സഹായിക്കേണ്ടി ചെയ്യാൻ, ഒരു മഹിളാ ഭജൻ സെന്റർ തുടങ്ങാനായിട്ടും, അതുപോലെ മഹിളാ നാരായണ സേവ എല്ലാ ബുധനാഴ്ചയും നമ്മൾ രാവിലെ 6:30 മണിക്ക് ഇറങ്ങി വീടുകൾ തോറും 19 പൊതികൾ കളക്ട് ചെയ്ത് നമ്മളെ രാവിലത്തെ ഭക്ഷണം ഗവൺമെന്റ് കോളേജ് ആശുപത്രി പേറുക്കടയിൽ കൊണ്ടു കൊടുക്കുമായിരുന്നു. അവിടെ ജനറൽ വാർഡിൽ വളരെ നല്ല സർവീസായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ചെയ്ത സർവീസായിരുന്നു അതൊക്കെ. ആ മഹിളാ നാരായണ സേവയായിട്ട് തന്നെ അത് കൊണ്ടുപോകണം നിർബന്ധം. അതിനൊക്കെ മുൻതൂക്കം എടുത്ത് ചെയ്യാൻ ഭഗവാൻ എന്നെ ഒരുപാട് സഹായിച്ചു. അതുപോലെ മെഡിക്കൽ ക്യാമ്പ് നടത്താൻ, ഒരുപാട് കാര്യങ്ങൾ മുൻകൈ എടുത്ത് കോർഡിനേറ്റ് നടത്താൻ, ബാലവികാസ സമിതിയിൽ തുടങ്ങാൻ, പിന്നെ ബാലവികാസം എടുക്കുന്ന കുട്ടികളെ തന്നെ കൊണ്ട് ഓരോ സ്ഥലത്ത് പോയി ബാലവികാസം എടുപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഭഗവാൻ എന്നെ കൊണ്ട് ചെയ്യിച്ചു. ഞാൻ ഒരു സ്റ്റെപ്പ് നമ്മൾ വെച്ചാൽ 100 സ്റ്റെപ്പ് നമ്മളോടൊപ്പം കാണുമെന്നുള്ളതിന് ഒരുപാട് തെളിവായിരുന്നു. ഇതെല്ലാം എൻ്റെ ജീവിതത്തിലെ വളരെ വളരെ നല്ല അനുഭവങ്ങളായിരുന്നു. അത് കഴിഞ്ഞാണ് മോന് ചെന്നൈയിൽ അവൻ്റെ സൗണ്ട് എഞ്ചിനീയറിംഗ് പഠിത്തം എല്ലാം കഴിഞ്ഞ് ഇവിടെ റേഡിയസായിൽ ജോയിൻ ചെയ്യുന്നത്. ആ സമയത്ത് അവന് വയറിന് പുറത്തെ ഭക്ഷണം ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പൊ അവൻ എന്നോട് ചോദിച്ചത്, അമ്മയെ വന്ന് എനിക്ക് ഇവിടെ കുറച്ച് ഭക്ഷണം ഉണ്ടാക്കി തന്നൂടെ? അവനറിയാം ഞാൻ വരില്ല, ഞാൻ ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളായിട്ട് പോകണം, അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന് അവനറിയാൻ വെറുതെ അവൻ ചോദിച്ചതാണ്. പക്ഷേ എനിക്കത് നീ മകൻ ചോദിച്ചതല്ലേ, എൻ്റെ കടമയല്ലേ അത് എന്ന്. പക്ഷെ ഞാൻ എങ്ങനെ വരും? എനിക്ക് ഒരു ദിവസം ഒരു സ്വാമിയുടെ വർക്ക് ചെയ്തില്ലെങ്കിൽ എനിക്ക് അന്ന് ഉറക്കം വരില്ലായിരുന്നു. അത്ര ഒരു മനസ്സായിരുന്നു. അപ്പൊ അതൊക്കെ വിട്ട് ഇവിടെ അവന് ഭക്ഷണം പാചകം ചെയ്യാനായിട്ട് പുട്ടപ്പുറത്തി വരാനായിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ ചിന്തിച്ചിരുന്നപ്പോഴാണ് സമിതിയിലെ ഓരോ പ്രവർത്തനം, ഓരോ കാര്യങ്ങൾ സ്വാമി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി അവിടെ ഓരോ സാഹചര്യങ്ങൾ തന്നു എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ പുട്ടപ്പുറത്തി വന്ന വരണം ചിന്തിച്ചപ്പോൾ മകന്റെ ഇതിൽ തന്നെ എനിക്ക് കുൽവന്ത് ഹാളിൽ ഡ്യൂട്ടി ചെയ്യാനായിട്ട് അവസരം തന്നു. അപ്പൊ എനിക്ക് സന്തോഷമായിട്ട് ഇവിടെ വന്ന് സ്വാമിയുടെ വർക്ക് ചെയ്യാലോ, വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വെച്ച് ഞാൻ ഇങ്ങോട്ട് പുട്ടപ്പുറത്തിയിൽ അങ്ങനെയാണ് ഞാൻ വരുന്നത്. പിന്നെ അതിനു മുമ്പ് ഒരു കാര്യം, ഞാൻ അവിടെ മണ്ണന്തല സമിതിയിൽ നിന്ന് പിന്നെ സർവീസിന് പുട്ടപ്പുറത്തിയിൽ വന്നപ്പം സ്വാമിയുടെ റെസിഡൻസിലാണ് ഭഗവാൻ എനിക്ക് ഡ്യൂട്ടി ചെയ്യാൻ. പിന്നെ അങ്ങോട്ട് കുറെ ദിവസം ജഗീച്ചിട്ടൊപ്പം റെസിഡൻസിലാണ് കിട്ടിയിരുന്നത്. അതിന് കാരണം എന്ന് വെച്ചാൽ അപ്പോഴും അത്രയും തയ്യാറായിരുന്നു ചെയ്യാൻ. അത് സ്വാമി മനസ്സിലാക്കി അതനുസരിച്ചുള്ള സർവീസ് തന്നു എന്ന് ഞാൻ വിചാരിക്കുകയാണ്, ചിന്തിക്കുകയാണ്. സ്വാമി എല്ലാം കാണുന്നുണ്ട്, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല, അതൊക്കെ ഭഗവാൻ അറിയാം. അതനുസരിച്ച് ഭഗവാൻ നമുക്ക് ഓരോ സർവീസുകൾ ഡ്യൂട്ടികൾ ചെയ്യാൻ ഭഗവാൻ അവസരം തരുന്നു. ഇതൊക്കെ വളരെ നല്ല അനുഭവങ്ങളായിരുന്നു. അതുപോലെ നമുക്ക് സ്വാമിയുടെ ഓരോ പ്രവർത്തനങ്ങൾ, ഓരോ സർവീസ്, ഓരോ ഡ്യൂട്ടി നമ്മൾ ചെയ്യുമ്പോഴും അതാത് സ്ഥലത്തെ ഭഗവാന്റെ നിയമങ്ങൾ അനുസരിച്ച് അത് വളരെ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന തരത്തിൽ വളരെ ഭംഗിയായി പെർഫെക്റ്റ് ആയിട്ട് എല്ലാവർക്കും നന്നായിട്ട് ചെയ്യാൻ ഭഗവാൻ നമ്മളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടെങ്കിലും ഭഗവാന്റെ ഒറ്റ കൃപ കൊണ്ട് എനിക്ക് ഇപ്പോഴും കുൽവന്ത് ഹാളിൽ ഡ്യൂട്ടി ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ 9 വർഷമാകാൻ പോണു. ഭഗവാന്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം അത് നടക്കുന്നു. എല്ലാവരും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഇന്ന് എനിക്ക് അവസരം തന്ന വത്സ ചേച്ചിക്ക് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. അതുപോലെ എൻ്റെ വാക്കുകളെല്ലാം എല്ലാമായ ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ ഞാൻ അർപ്പിക്കുന്നു. ഈ സംഘാടകർക്ക്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സായിരാം. സ്വാമിക്ക് കോടി കോടി പ്രണാമം. സായിരാം. ജയ് സായിരാം. സായിരാം ജ്യോതി, വെരി നൈസ്. താങ്ക് യു സോ മച്ച്. വീഡിയോ ഓഫ് ചെയ്തോളൂ. రాముడు లక్ష్మణుడితో చెప్పంపించాడు. Rama sent the message through Lakshmana. చితి పేర్చు, Fire, get it ready. ఈ అగ్నిలో తాను ప్రవేశించాలి. Let her jump into the fire. అగ్నిదేవుడు మెచ్చుకోవాలి. And the god of అప్పుడే fire. నేను ఈ సీతను తీసుకుని అయోధ్యకు వెళ్ళాలి. And I should get back my Sita, take her to Ayodhya. అంతవరకు నేను అయోధ్యకు ఈమెతో పోను. Till then I don't go to Ayodhya along with her. ఆ మాట వినేటప్పటికి లక్ష్మణుడు కొడుకును మండిపోయాడు, చాలా క్రోధంతో. Having heard this, Lakshmana was furious, ఏనాడు very కూడా angry. రామును ఎదురెత్తి మాట్లాడినటువంటి వాడు కాదు. He never spoke in front of Rama, never disobeyed him. రామా, Rama, నీకేమైనా పిచ్చి పట్టిందా లేక మతి తిరిగిపోయిందా? Rama, are you mad? What happened to you? ఏమిటి నీవు చెప్పేటువంటి విషయము? What is it that you say? నీకైనా కొంతవరకు చలనం కలిగి ఉందేమో కానీ
ఆ సీతామహాతల్లికి కించిత్ మాత్రం కూడా చలనం లేదు. There may be some sort of wavering. మహాసాధ్యమణి, she is one pious. ఈమె ఆదర్శవంతురాలైన ఒక స్త్రీ. She is an ideal woman. స్త్రీ అని నీవు అంత చులకనగా మాట్లాడుతున్నావా? Never take her cheap. ఆ విధంగా వశమయ్యేటువంటిది అయితే ఈ 10 నెలలు ఎందుకు ఈ కష్టాలను అనుభవించాలి? If it's so cheap, why should you suffer for 10 long అంత months? మాత్రం నీవు కనుక్కోలేకపోయావా? Can't you understand that ఎంత much? గొప్పవారైనా కూడా నువ్వు జనరల్ నాలెడ్జ్ జీరో అయిపోతుంటది అప్పుడప్పుడు. Though you are so great, sometimes in general you are a zero at times. అని లక్ష్మణుడు పలికేటప్పటికీ And Lakshmana said so. రాముడు చెప్పాడు. Rama said. లక్ష్మణుని యొక్క హృదయం రామునికి తెలుసు, రాముని యొక్క హృదయం లక్ష్మణునికి తెలుసును. Rama knows the heart of Lakshmana, so also Lakshmana the heart of Rama. Lakshmana, మనం ఆదర్శ మానవులుగా బ్రతుకుతున్నాం. we are living here as ideal men. ఆదర్శాన్ని కూడా నువ్వు నిరూపించి చూపించాలి. We should also show it up. కనుకనే ఆమె గొప్పతనం నాకు తెలుసును. I know her nobility. అయితే గొప్పతనంలో కూడా నువ్వు మంచితనం కూడా నువ్వు నిరూపించాలి. The nobility and goodness must be వీడు demonstrated. గొప్పవాడు, వీడు మంచివాడు ఉంటారు. We say they are great, they are good. కానీ గొప్పవాడి కంటే మంచివాడే గొప్పవాడు. So good is better than the greater one. కనుక ఈమె గొప్పదే, కానీ మంచిది కూడా నువ్వు నిరూపించాలి. So you should not only be great, you should also be good. സായിരാം. ജ്യോതി ഭജന പാടിക്കോളൂ. ഓക്കെ. ശങ്കര സദാശിവ സഭാപതേ മനോഹര, ശങ്കര സദാശിവ സഭാപതേ മനോഹര, ചന്ദ്രശേഖര ജടാധര ഉമാ മഹേശ്വര, ചന്ദ്രശേഖര ജടാധര ഉമാ മഹേശ്വര, ശങ്കര സദാശിവ സഭാപതേ മനോഹര, ശങ്കര സായി ശങ്കര, ശങ്കര സായി ശങ്കര, ഈശ്വര സായി ഈശ്വര, ഈശ്വര പർത്തീശ്വര, ചന്ദ്രശേഖര ജടാധര ഉമാ മഹേശ്വര, ചന്ദ്രശേഖര ജടാധര ഉമാ മഹേശ്വര, ശങ്കര സദാശിവ സഭാപതേ മനോഹര, ചന്ദ്രശേഖര ജടാധര ഉമാ മഹേശ്വര, ശങ്കര സദാശിവ സഭാപതേ മനോഹര, ശങ്കര സായി ശങ്കര, ശങ്കര സായി ശങ്കര, ഈശ്വര സായി ഈശ്വര, ഈശ്വര പർത്തീശ്വര, ചന്ദ്രശേഖര ജടാധര ഉമാ മഹേശ്വര, ചന്ദ്രശേഖര ജടാധര ഉമാ മഹേശ്വര, ശങ്കര സദാശിവ സഭാപതേ മനോഹര. സായിരാം. സായി ഉപമ. എല്ലാവരും ഏകമാണ് എന്ന ജ്ഞാനത്തിലൂടെ കർമ്മം ചെയ്യുക. കർമ്മം ഭക്തി സാന്ദ്രമാകട്ടെ. അതായത് വിനയം, പ്രേമം, കരുണ, അഹിംസ എന്നീ ഗുണങ്ങൾ അടങ്ങിയ ഭക്തി ജ്ഞാനസമ്പൂർണമാകട്ടെ. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ വായുവിലൂടെ പറന്ന് നടക്കുന്ന കനമില്ലാത്ത ബലൂണിന് സമമാകും. ജ്ഞാനം മാത്രമായാൽ അത് ഹൃദയത്തെ ശുഷ്കമാക്കും. ഭക്തി ജ്ഞാനത്തെ സഹതാപത്താൽ മൃദുലമാക്കുന്നു. ഇവിടെ ജീവിക്കാൻ വിധിക്കപ്പെട്ട നിങ്ങളുടെ ഓരോ നിമിഷത്തെയും കൈകൾ കർമ്മനിരതമാക്കുമ്പോൾ പവിത്രമാക്കുന്നു. ജയ സായിരാം. ശാന്തി മന്ത്രം. സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. സായിരാം.